മലയോരവാണി നാട്ടിലെ നല്ല വർത്തമാനം. മലയോരവാണി റേഡിയോ ഓൺലൈൻ. ഇന്ന് 2020 ഒക്ടോബർ 19 തിങ്കളാഴ്ച. ഇപ്പോൾ സമയം 19 മണി കഴിഞ്ഞ് 30 മിനിറ്റും 9 സെക്കൻഡും. നാട്ടുവാർത്തകൾ വായിക്കുന്നത് ജെയിംസ്. പയ്യന്നൂർ താലൂക്കിലെ വിവിധ പരാതികൾ പരിഹരിക്കുന്നതിന് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ പരാതി പരിഹാര അദാലത്ത് സംഘടിപ്പിച്ചു. ഓൺലൈനായി സംഘടിപ്പിച്ച അദാലത്തിൽ ആകെ ലഭിച്ച 23 പരാതികളിൽ 16 എണ്ണം പരിഹരിച്ചു. പയ്യന്നൂർ താലൂക്ക് ഓഫീസിൽ തഹസിൽദാർ കെ ബാലഗോപാലൻ, ഭൂരേഖ തഹസിൽദാർ SN അനിൽകുമാർ എന്നിവരും ഡെപ്യൂട്ടി തഹസിൽദാർമാരും പരാതികളുമായി ബന്ധപ്പെട്ട വിവിധ ഓഫീസുകളിലെ മേധാവികളും പങ്കെടുത്തു. കാങ്കോൽ ശിവക്ഷേത്രത്തിന്റെ ഉപക്ഷേത്രമായ കളരി ഭഗവതി ക്ഷേത്രത്തിലെ ഭണ്ണാരം പൊളിച്ച് മോഷണം നടത്തുകയും ശിവക്ഷേത്രത്തിലെ ഭണ്ണാരം തകർക്കാൻ ശ്രമിക്കുകയും ചെയ്തു. തിങ്കളാഴ്ച രാവിലെയാണ് മോഷണം നടന്നതറിഞ്ഞത്. CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് പെരിങ്ങോം പോലീസ് അന്വേഷണം ആരംഭിച്ചു. പെരിങ്ങോം വയക്കര പഞ്ചായത്ത് 4-ാം വാർഡിലെ കുണ്ടുവാടി അംഗൻവാടിക്ക് പുതിയതായി നിർമ്മിച്ച കെട്ടിടം C. കൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് P. നളിനി അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് P. പ്രകാശൻ, സ്ഥിരം സമിതി ചെയർപേഴ്സൺ ലതാ ഗോപി, പഞ്ചായത്ത് അംഗം PN മനോജ് കുമാർ, ബ്ലോക്ക് ജൂനിയർ ഡെവലപ്മെന്റ് ഓഫീസർ M. ഉല്ലാസ് എന്നിവരും പങ്കെടുത്തു. പെരിങ്ങോം വയക്കരയിലെ ഉഴിച്ചി മീറാത്തോടിന് MLAയുടെ പ്രാദേശിക ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 25 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിക്കുന്ന പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തി C. കൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് P. നളിനി അധ്യക്ഷയായി. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MTP നൂറുദ്ദീൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P. പ്രകാശൻ, പഞ്ചായത്ത് അംഗങ്ങളായ K. നളിനി, PN മനോജ് കുമാർ എന്നിവരും പങ്കെടുത്തു. കർണാടകയിലെ സുള്ളിയയിൽ ജോലിക്ക് പോയ പാലാവയൽ സ്വദേശിയായ ദളിത് യുവാവിനെ മർദ്ദിച്ചവശനാക്കി കേരള അതിർത്തിയിൽ ഉപേക്ഷിച്ചതായി പരാതി. പാലാവയൽ നിരത്തുംതട്ടിലെ 45-കാരനായ സതീഷിനാണ് മർദ്ദനമേറ്റത്. ഈ മാസം 13-നായിരുന്നു സംഭവം. യുവാവ് പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. സതീഷിന്റെ മാതാവ് തമ്പായിയുടെ പരാതിയിൽ ചിറ്റാരിക്കാൽ പോലീസ് കേസിലെത്ത് അന്വേഷണം തുടങ്ങി. മൊബൈൽ മെഡിക്കൽ സർവൈലൻസ് നീലേശ്വരം യൂണിറ്റും ചിറ്റാരിക്കാൽ ഫാമിലി ഹെൽത്ത് സെന്ററും ചേർന്ന് കടുമേനിയിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഡോക്ടർ വിഷ്ണു ധർമ്മരാജൻ, R. ഗ്രീഷ്മ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ PV പ്രകാശൻ എന്നിവർ നേതൃത്വം നൽകി. കാടിറങ്ങി കൃഷിയിടങ്ങളിൽ നാശം വിതയ്ക്കുന്ന കാട്ടുപന്നി, കുരങ്ങ്, മലയെണ്ണാൻ എന്നിവയെ ക്ഷുദ്രജീവികളായി പ്രഖ്യാപിക്കുക, ആനയും കടുവയും അടക്കമുള്ള മറ്റു വന്യജീവികളുടെ ആക്രമണത്തിൽ നിന്നും കർഷകരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പുവരുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ഇൻഡിപെൻഡന്റ് ഫാർമേഴ്സ് അസോസിയേഷൻ ചൊവ്വാഴ്ച സംസ്ഥാന വ്യാപകമായി നിൽപ്പ് സമരം നടത്തും. നാട്ടുവാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. മലയോരവാണി നാട്ടിലെ നല്ല വർത്തമാനം.